Morning all. In the last session we have discussed the system attribute for measuring the performance of the system, and we have discussed a problem based on that, and I have given two assessment problem based on the concept. So today we can start with the discussion of those assessment problems. The first question is, an arithmetic operation have 8500 instructions, instruction count. So IC instruction count തന്നിട്ടുണ്ട് 8500 with the CPI directed തന്നിട്ടുണ്ട് 3. The processor has a frequency of 50 megahertz. Okay, 50 megahertz frequency. So the frequency has to be converted to hertz. Okay, calculate the MIPS rate ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കൗണ്ട് 8500, CPI 3, ഫ്രീക്വൻസി എഫ് സ്മോൾ എഫ് ആണ്. നിങ്ങൾ സ്മോൾ എഫ് എന്ന് എഴുതാവുള്ളൂ. സ്മോൾ എഫ് ഈക്വൽ ടു 50 മെഗാഹേർട്സ്. അതിന് നമ്മൾ ഹേർട്സ് ആക്കി മാറ്റി. ഓക്കെ, ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ MIPS റേറ്റ്. ഓക്കെ, for calculation of the MIPS we are having three different formulas. We can choose the second formula because we have the frequency and also the CPI is given. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫോർമുലയിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യാം. എഫ് ബൈ CPI ഇൻറ്റു 10⁻⁶. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ആ ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്തെന്നുള്ള നമ്മൾ ആ ലാസ്റ്റ് വീഡിയോയിലുണ്ട്. അത് ഓർമ്മ കിട്ടാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുക. ഓക്കെ, ഇപ്പോൾ പലരും മറന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കഴിഞ്ഞ സെഷനിലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. ഓക്കെ, സോ MIPS റേറ്റ് ഈക്വൽ ടു F by CPI into 10⁻⁶. Directly we can apply that. So F frequency is 50 into 10⁻⁶ hertz divided by 3 into CPI is 3. Okay, CPI is 3 multiplied by 10⁻⁶. Okay, so we'll be getting 16.7 as the MIPS rate. Okay, million instruction per second. Second question. A logical operation having 500 instructions, instruction count is 500, with a 2 clock cycle count. Okay, അപ്പോൾ നമുക്കിവിടെ ക്ലോക്ക് സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ ആണ്. CPI ആണ് തന്നിരിക്കുന്നത്. CPI is 2. The processor has 1000 megahertz frequency. പ്രോസസ്സറിന് 1000 megahertz ആണ് അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അത് നമ്മൾ ഹേർട്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാൽക്കുലേറ്റ് ദ എക്സിക്യൂഷൻ ടൈം T. ഓക്കെ, എക്സിക്യൂഷൻ ടൈം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇൻസ്ട്രക്ഷൻ കൗണ്ട് തന്നിട്ടുണ്ട്. CPI is also given 2 and the frequency F is 1000 into 10⁻⁶ hertz. We have to calculate the execution time. എക്സിക്യൂഷൻ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് അറിയാം. ഇറ്റ് ഈസ് C by F അല്ലേ. C എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ എടുത്തു. വാട്ട് ഈസ് C? C ഈസ് ഇൻസ്ട്രക്ഷൻ കൗണ്ട് ഇൻറ്റു CPI. ഓക്കെ, ഇൻസ്ട്രക്ഷൻ കൗണ്ടും CPI കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വിൽ ബി ഗെറ്റിംഗ് C അല്ലേ, നമ്മൾ ആ ലേറ്റസ്റ്റ് ഡിറൈവ് ചെയ്ത ഫോർമുല ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ C കണ്ടുപിടിക്കുന്നു. സോ C വിൽ ബി 500 into 2, ദാറ്റ് ഈസ് 1000. എക്സിക്യൂഷൻ ടൈം നമുക്ക് C നമുക്ക് കിട്ടി. C എന്ന് പറയുന്ന ഫാക്ടർ നമുക്ക് കിട്ടി. അതിന് നമ്മൾ എക്സിക്യൂഷൻ ടൈം കണ്ടുപിടിക്കുന്നു. 1000 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 10⁻⁶ അല്ലേ. അപ്പോൾ C എന്ന് പറയുന്നത് 1000ഉം F എന്ന് പറയുന്നത് 1000 ഇൻറ്റു 10⁻⁶ ആണ്. Okay, so we'll be getting 10⁻⁻6 second. 10⁻⁻6 second is the answer. Okay, so these are the two assessment problems. Okay, now we can see one more problem. Consider the execution of an object code with 2 into 10⁻⁶ instructions on a 400 megahertz processor. The program consists of 4 major type of instructions. The instruction mix and the number of cycles CPI needed for each instruction type are given below on the result program trace experiment. അപ്പോൾ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ 2 into 10⁻⁶ ഇൻസ്ട്രക്ഷൻ കൗണ്ട് ഉള്ള ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് കോഡാണ്. അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി 400 മെഗാഹെർട്സ് ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവറേജ് CPI കണ്ടുപിടിക്കണം. ഓക്കെ, ആവറേജ് CPI when the program is executed on uni processor. Calculate the corresponding MIPS on the CPI based as part A.
ഒബ്റ്റൈൻഡ് ഇൻ പാർട്ട് എ. അപ്പോൾ MIPSും കണ്ടുപിടിക്കണം, നമ്മുടെ CPIയും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ. ഇവിടെ ഓരോ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അർത്തമാറ്റിക്, ലോജിക് ഇൻസ്ട്രക്ഷൻ, ലോഡ്, സ്റ്റോർ, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ, മെമ്മറി റെഫറൻസ് വിത്ത് ക്യാഷ് മിസ്. ഓക്കെ, 4 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. അതിൽ ഓരോന്നിൻ്റെയും പെർഫോമൻസ്, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ മിക്സിനകത്തുള്ളത്. ഓക്കെ, CPI തന്നിട്ടുണ്ട്. ഈ 3ാമത്തെ കോളത്തിൽ പറഞ്ഞേക്കുന്നത് അർത്തമാറ്റിക് ലോജിക്ക് ഇതിൽ എത്ര ശതമാനം യൂസ് ചെയ്തിട്ടുണ്ട്, ലോഡ് ആൻഡ് സ്റ്റോർ എത്ര ശതമാനം ഉണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ആവറേജ് CPI എടുക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ശതമാനം കണക്ക് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ആഡ് ചെയ്യണം. അതാണ് അതിൻ്റെ ആവറേജ് CPI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്ട്രക്ഷൻ മിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവറേജ് CPI എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇത് ആഡ് ചെയ്ത് വെച്ച് അതിൻ്റെ ആവറേജ് എടുക്കരുത്. ഇത് ഓരോന്നിൻ്റെ ശതമാനം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ അതിൻ്റെ ടോട്ടൽ എടുത്ത് വേണം അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട്. ആവറേജ് CPI എന്ന് പറഞ്ഞാൽ അതാണ്. സോ ഫസ്റ്റ് വിൽ കാൽക്കുലേറ്റ് ദ ആവറേജ് CPI. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് 60%, 0.6 അല്ലേ, 0.6 into 1. ഓക്കെ, അത് 0.6 എന്ന് എഴുതി, പ്ലസ് 0.18 into 2 അല്ലേ, 0.18 into 2. ഓക്കെ, ദെൻ 0.12 into 4 എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ 0.1 into 8. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ദിസ് ഈസ് ദ ആവറേജ് CPI. ഓക്കെ, നൗ MIPS റേറ്റ് കണ്ടുപിടിക്കണം. MIPS റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇനി ഇൻസ്ട്രക്ഷൻ കൗണ്ടൊന്നും വേണ്ട. നമുക്ക് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. നമുക്ക് അത്രയും കാര്യങ്ങൾ വേണ്ട. ഇവിടെ ഇൻസ്ട്രക്ഷൻ കൗണ്ടൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് എന്ത് മതി, 2ാമത്തെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. കാരണം ഫ്രീക്വൻസിയും CPIയും അറിയാമെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ MIPS റേറ്റ്. ഓക്കെ, അപ്പം MIPS റേറ്റ് ഈസ് F/CPI into 10⁻⁶. ഓക്കെ, F ഈസ് ഓൾറെഡി ഗിവൺ. F ഈസ് 400 MHz. അതിന് നമ്മൾ ഹേർട്സ് ആക്കി, അതാണ് 10⁻⁶. divided by this value 2.24 CPI value into 10⁻⁶. Okay, so MIPS rate is 178. Clear? So this is the problem related to MIPS. Okay, million instructions per second. Okay, അപ്പോൾ നമ്മൾ പെർഫോമൻസ് CPU പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ഫാക്ടേഴ്സ് നമ്മൾ സിസ്റ്റം ആട്രിബ്യൂട്ട്സ് കണ്ടു അല്ലേ. നമുക്ക് MIPS, ക്ലോക്ക് റേറ്റ്, നമുക്കിതുപോലെ ടൈം പീരീഡ് അല്ലേ, എക്സിക്യൂഷൻ ടൈം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഇത് MIPSും ഈ പറഞ്ഞ ഫാക്ടേഴ്സ് അല്ലാതെ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫാക്ടേഴ്സും കൂടെ ഉണ്ട്. അത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ് നമ്മൾ MIPS ആണ് കണ്ടത് അല്ലേ, മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണ് കണ്ടത്. അപ്പോൾ നമുക്ക് മോഡേൺ കമ്പ്യൂട്ടേഴ്സിലെല്ലാം ഈ ഹൈലി കോംപ്ലക്സ് ഓപ്പറേഷൻസ് എല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇവാലുവേറ്റിംഗ് ഫാക്ടറാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ്. ഓക്കെ, ഫ്ലോപ്സ് എന്ന് പറയും, FLOPS. ഓക്കെ, so the most compute intensive application make heavy use of floating point operations. Okay, ഇപ്പോൾ highly complex ആയിട്ടുള്ള computation കൂടുതലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം will be using floating point operation. Compared to the instruction per second, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ മോർ റിലവൻറ്റ് മെഷർ ഓഫ് പെർഫോമൻസ് ഈസ് ദ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ്. Clear? Compared to the MIPS, the most or the more relevant factor will be flops. Okay, അതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് പല രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മെഗാ ഫ്ലോപ്പ് എന്ന് പറയും, ഗിഗാ ഫ്ലോപ്പ് എന്ന് പറയും, ടെറാ ഫ്ലോപ്പ് എന്ന് പറയും, പെറ്റാ ഫ്ലോപ്പ് എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിനെ പ്രിഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിത്ത് പ്രിഫിക്സ് മെഗ ആണെങ്കിൽ 10⁻⁶ ആണ്, ഗിഗ ആണെങ്കിൽ 10⁻⁹, ടെറ ആണെങ്കിൽ 10⁻12, പെൻറ്റ ആണെങ്കിൽ 10⁻15. ദിസ് ഈസ് റിട്ടൺ ആസ് മെഗാ ഫ്ലോപ്സ്, ഗിഗാ ഫ്ലോപ്സ്, ടെറാ ഫ്ലോപ്സ് ഓർ പെൻറ്റാ ഫ്ലോപ്സ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്, മെഗാ ഫ്ലോപ്സ്, ഗിഗാ ഫ്ലോപ്സ്, ടെറാ ഫ്ലോപ്സ്, പെൻറ്റാ ഫ്ലോപ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പഠിച്ച ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് MIPS. ഓക്കെ, ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡിനെക്കാട്ടിയും
കുറച്ചുകൂടെ റിലവൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, കുറച്ചുകൂടെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ ഫാക്ടറാണ് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ്. ദിസ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ഹൈലി കമ്പ്യൂട്ട് ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് ദാറ്റ് മേക്ക് യൂസ് എ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻ. ഭയങ്കര കമ്പ്യൂട്ടേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസിലെല്ലാം ഈ പറഞ്ഞ ഫ്ലോപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ MIPS പോലത്തെ വേറൊരു പെർഫോമൻസ് ഇവാലുവേഷൻ ആട്രിബ്യൂട്ടാണ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതുപോലെ വേറെ ഒന്നാണ് ത്രൂപുട്ട് റേറ്റ്. വാട്ട് ഡു മീൻ ബൈ ത്രൂപുട്ട് റേറ്റ്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഓരോ കീവേഡ്സ് ആണ്. ഓക്കെ, CPU അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഓരോ സിസ്റ്റം ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹിയർ ദ നെക്സ്റ്റ് വൺ ഈസ് ത്രൂപുട്ട് റേറ്റ്. വാട്ട് ഡു മീൻ ബൈ ത്രൂപുട്ട് റേറ്റ്? ത്രൂപുട്ട് റേറ്റ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. സിസ്റ്റം ആസ് എ ഹോളും ഉണ്ട്. സിസ്റ്റം ആസ് എ ഹോളായിട്ട് നമ്മൾ ത്രൂപുട്ട് റേറ്റ് എടുക്കും. അല്ലെങ്കിൽ വേറെ രീതി എന്ന് പറഞ്ഞാൽ CPU മാത്രം ത്രൂപുട്ട് റേറ്റ് എടുക്കും. എന്താണ് ഈ ത്രൂപുട്ട് റേറ്റ് എന്നുള്ളത്? ഓക്കെ, ത്രൂപുട്ട് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രോഗ്രാംസ് ഒരു സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കണക്കാണ് ത്രൂപുട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് how many programs a system can execute per unit time. This unit time is actually in seconds. Okay, how many programs a system can execute per unit time is called system throughput. System as a whole ആകുമ്പോഴത്തേക്ക് അതിനകത്ത് CPU ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും, അതിനകത്ത് വേറെ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, കമ്പൈലേഴ്സ്, ഇൻ്റർപ്രിറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം, എത്ര പ്രോഗ്രാം വരെ ഒരു യൂണിറ്റ് ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു മെഷർമെൻ്റാണ് ഈ പറഞ്ഞ ത്രൂപുട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇനി മൾട്ടി പ്രോഗ്രാംഡ് സിസ്റ്റം. ഈ നമ്മൾ സിസ്റ്റം ത്രൂപുട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് CPU ത്രൂപുട്ട് പറയണം. അപ്പോൾ CPU ത്രൂപുട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ മൾട്ടി പ്രോഗ്രാംഡ് എൻവയോൺമെൻറ്റ്, നമുക്ക് സിംഗിൾ പ്രോഗ്രാം അല്ല, മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റം ത്രൂപുട്ട് അളക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ CPU ത്രൂപുട്ടാണ് നമ്മൾ അളക്കുന്നത്. ഓക്കെ, ഇനി മൾട്ടി പ്രോഗ്രാംഡ് സിസ്റ്റം, ദ സിസ്റ്റം ത്രൂപുട്ട് ഈസ് ഓഫൺ ലോവർ ദാൻ ദ CPU ത്രൂപുട്ട്. അപ്പോൾ മൾട്ടി പ്രോഗ്രാമിംഗ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സിസ്റ്റം ത്രൂപുട്ട് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറവായിരിക്കും. ഓക്കെ, ലോവർ ദാൻ ഏതിനെക്കാട്ടി ലോവർ ആയിരിക്കും? CPU ത്രൂപുട്ട്. CPU ത്രൂപുട്ടിനെക്കാട്ടിയും ഈ സിസ്റ്റം ത്രൂപുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. മൾട്ടി പ്രോഗ്രാം, ഒരുപാട് പ്രോഗ്രാംസ് അറ്റ് എ ടൈം വരുമ്പോഴത്തേക്കും അതിൻ്റെ എക്സിക്യൂഷൻ ചെയ്യുമ്പോഴത്തേക്കും സിസ്റ്റം ത്രൂപുട്ട് വിൽ ബി ലോ കമ്പയർ ടു ദ CPU ത്രൂപുട്ട്. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. കാരണം സിസ്റ്റം ത്രൂപുട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് വരും, വേറെ അഡീഷണൽ ലാറ്റൻസീസ് വരും. ഓക്കെ, അപ്പോൾ ഈ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും CPU ത്രൂപുട്ട് ആയിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള നല്ല വാല്യൂ കിട്ടുന്നത്. പക്ഷേ ആ സമയത്ത് സിസ്റ്റം ആസ് എ ഹോൾ എടുക്കുമ്പോഴത്തേക്കും സിസ്റ്റം ത്രൂപുട്ട് എന്ന് പറയുന്ന ഒരു കുറഞ്ഞ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു CPU ത്രൂപുട്ടിൻ്റെ എന്താണ് ഇക്വേഷൻ? അതാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്. CPU ത്രൂപുട്ട് ഈസ് ആക്ച്വലി റെപ്രസെൻറ്റഡ് ആസ് WP. ഈ P സ്റ്റാൻഡ്സ് ഫോർ പ്രോസസ്സറാണ്. ഇവിടെ S സ്റ്റാൻഡ്സ് ഫോർ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ CPU ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ WC എന്ന് എഴുതരുത്, WP എന്ന് എഴുതാവുള്ളൂ. P ഫോർ പ്രോസസ്സറാണ്. ഓക്കെ, സോ WPയുടെ ഫോർമുല എന്ന് പറയുന്നത് ഇത് പഠിക്കണം. F ബൈ ഇൻസ്ട്രക്ഷൻ കൗണ്ട് ഇൻറ്റു CPI. ഓക്കെ, F ബൈ ഇൻസ്ട്രക്ഷൻ കൗണ്ട് ഇൻറ്റു CPI. ഓക്കെ, നമുക്ക് ഈ ഫോർമുല വേറെ രീതിയിലും എഴുതാൻ പറ്റും. നമുക്ക് MIPS റേറ്റ് ഓൾറെഡി അറിയാം അല്ലേ? നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിൽ പഠിച്ച MIPS റേറ്റിൻ്റെ ഫോർമുല F ബൈ CPI ഇൻറ്റു 10⁻⁶ അല്ലേ? അപ്പോൾ നമുക്ക് ഈ CPI നമ്മൾ വേറൊരു ഇത് വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ CPI ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ MIPS ഇൻറ്റു 10⁻⁶ ബൈ F എന്ന് കൊടുക്കുക അല്ലേ? അപ്പോൾ ഇതൊന്ന് CPI എങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റും? CPI ഈക്വൽ ടു MIPS ഇൻറ്റു 10⁻⁶ ബൈ F. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടും. WP ഈക്വൽ ടു MIPS ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ ഇൻസ്ട്രക്ഷൻ കൗണ്ട്. ഇങ്ങനെ നമുക്ക് WPയെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, WP ഈസ് ദ CPU ത്രൂപുട്ട്. Okay, so what do you mean by throughput rate? Throughput rate is the number of programs a system can execute
ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, സിസ്റ്റം ക്യാൻ എക്സിക്യൂട്ട് ഇൻ യൂണിറ്റ് ടൈം. അത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, സിസ്റ്റം ത്രൂപുട്ടും ഉണ്ട്, CPU ത്രൂപുട്ടും ഉണ്ട്. ഓക്കെ, സിസ്റ്റം ത്രൂപുട്ടാണ് ഈ സിസ്റ്റം ത്രൂപുട്ടിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞത്. ഹൗ മെനി പ്രോഗ്രാംസ് എ സിസ്റ്റം ക്യാൻ എക്സിക്യൂട്ട്. CPU ത്രൂപുട്ട് ആകുമ്പോഴത്തേക്കും ഹൗ മെനി പ്രോഗ്രാം എ CPU ക്യാൻ എക്സിക്യൂട്ട് ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ത്രൂപുട്ട് എന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മസ്റ്റ് ബി ലോവർ ദാൻ ദ CPU ത്രൂപുട്ട്. ഓക്കെ, എന്നിട്ട് ആ CPU ത്രൂപുട്ടിൻ്റെ നമ്മുടെ ആ ഒരു ഫോർമുല നമ്മൾ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ യഥാർത്ഥ ഡെഫിനിഷനിലേക്ക് വരികയാണ്. CPU ത്രൂപുട്ട് എന്താണെന്നുള്ള. CPU ത്രൂപുട്ട് ഈസ് ദ മെഷർ ഓഫ് ഹൗ മെനി പ്രോഗ്രാംസ് ദ CPU ക്യാൻ എക്സിക്യൂട്ട് പെർ സെക്കൻഡ്. CPU നമുക്ക് എത്ര പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്നതാണ് CPU ത്രൂപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രം പറഞ്ഞാൽ പോലെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്തൊക്കെ ഫാക്ടർ വെച്ചിട്ടാണ് ആ CPU ത്രൂപുട്ട് അളക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ MIPS റേറ്റ് ആൻഡ് ദ ആവറേജ് ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം ലെങ്ത് ഓർ ദ ഇൻസ്ട്രക്ഷൻ കൗണ്ട്. അല്ലേ, ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടല്ലേ നമ്മളത് അളക്കുന്നത്. അല്ലേ, MIPSും ICയും വെച്ചിട്ടാണ് നമ്മൾ എന്തളക്കുന്നത്, CPU ത്രൂപുട്ട് അളക്കുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം ത്രൂപുട്ട് ആൻഡ് CPU ത്രൂപുട്ട്. സിസ്റ്റം ത്രൂപുട്ട് ആ സിസ്റ്റം ആസ് എ ഹോൾ. ഓക്കെ, അതിനകത്ത് മെമ്മറിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്, പ്രോഗ്രാംസ് എല്ലാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ CPU പ്രോസസ്സറിൻ്റെ മാത്രം നമ്മൾ ത്രൂപുട്ട് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ CPU ത്രൂപുട്ട് ഈസ് നത്തിങ് ബട്ട് ദ മെഷർ ഓഫ് ഹൗ മെനി പ്രോഗ്രാംസ് എ CPU ക്യാൻ എക്സിക്യൂട്ട് പെർ സെക്കൻഡ്, പെർ യൂണിറ്റ് ടൈം. ഇവിടെ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡ്, അവിടെയും സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, ഇതിലും നമുക്ക് സിസ്റ്റം ത്രൂപുട്ടിലും സെക്കൻഡ് തന്നെയാണ്, പ്രോഗ്രാം പെർ സെക്കൻഡ്, ഇവിടെയും സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ പെർ സെക്കൻഡ് ബേസ്ഡ് ഓൺ രണ്ട് ഫാക്ടേഴ്സാണ്, MIPS റേറ്റ് ആൻഡ് ദ ആവറേജ് പ്രോഗ്രാം ലെങ്ത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഇൻസ്ട്രക്ഷൻ കൗണ്ട്. ഓക്കെ, യൂഷ്വലി നമ്മൾ പറഞ്ഞ കാര്യമാണ് WS ഈസ് ലെസ് ദാൻ WP. എപ്പോഴും നമുക്ക് സിസ്റ്റം ത്രൂപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ആയിരിക്കും പ്രോസസ്സർ ത്രൂപുട്ടിനെക്കാട്ടി. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു അഡീഷണൽ സിസ്റ്റം ഓവർ ഹെഡ് കോസ്ഡ് ബൈ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്പൈലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെൻ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ആർ ഇൻ്റർലീവ്ഡ് ഫോർ CPU എക്സിക്യൂഷൻ ബൈ മൾട്ടി പ്രോഗ്രാമിംഗ്. ഓക്കെ, ഇപ്പോൾ മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റിൽ നമുക്കിതുപോലെ CPU ഇൻ്റർലീവിങ് ഓപ്പറേഷൻസ് വരുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ഓവർ ഹെഡ് വരും, സിസ്റ്റം ഓവർ ഹെഡ് വരും. ഓക്കെ, ഇപ്പോൾ CPU നമ്മൾ മെമ്മറിയിലോട്ട് കൊടുക്കുന്നു, മെമ്മറിയിൽ നിന്ന് നമ്മളത് CPUയിലോട്ട് എടുക്കുന്നു, പിന്നെ നമ്മൾ അത് കമ്പൈൽ ചെയ്യുമ്പോൾ, അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ഒരുപാട് ഓവർ ഹെഡ് അതിനകത്ത് വരുന്നു. അപ്പോഴത്തേക്ക് ഈ WSൻ്റെ വാല്യൂ കൊണ്ട് കുറയും. ഓക്കെ, അതാണ് WS. സിസ്റ്റം ആസ് എ ഹോൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ വാല്യൂ കുറയും. പക്ഷേ പ്രോസസ്സറിന് മാത്രം നമ്മൾ ത്രൂപുട്ട് എടുത്തു കഴിഞ്ഞാൽ വാല്യൂ കൂടിയിരിക്കും. ഓക്കെ, അതാണ് WS ഈസ് ഓൾവേസ് ലെസർ ദാൻ WP. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെഡ് മാർക്ക് ഇട്ട സാധനമാണ് എഴുതേണ്ടത്. ഓക്കെ, ഡ്യൂ ടു അഡീഷണൽ സിസ്റ്റം ഓവർ ഹെഡ്, ഓക്കെ, കോസ്ഡ് ബൈ ദ കമ്പൈലർ ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കമ്പൈലറിലും ഉണ്ടാകുന്ന അഡീഷണൽ ആയിട്ടുള്ള ഓവർ ഹെഡ് വരും കാരണമാണ് അത് സംഭവിക്കുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് അനദർ പെർഫോമൻസ് ഇവാലുവേഷൻ ആട്രിബ്യൂട്ട്, ദാറ്റ് ഈസ് എന്താണ് സിസ്റ്റം ത്രൂപുട്ട് ആൻഡ് ദ CPU ത്രൂപുട്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. ക്ലിയർ? ഇനി അടുത്ത നമ്മൾ പുതിയ ടേമാണ് പ്രോഗ്രാമിംഗ് എൻവിറോൺമെൻറ്റ്. അപ്പോൾ പ്രോഗ്രാമിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഗ്രാമിംഗ് നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോഗ്രാം നമുക്ക് വേണമെങ്കിൽ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഓപ്പറേഷൻസൊക്കെ പാരലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കത് പ്രോഗ്രാമിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്കത് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു സൈൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ സൈൻ ഒരു 5, 10, 15, 20 എന്നും പറഞ്ഞ് ഒരു 4-5 വാല്യൂസ് കൊടുക്കുന്നു. അപ്പോൾ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് അതിന് സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കാം. ഒന്നുകിൽ കമ്പൈൽ ചെയ്യുമ്പോൾ സമയത്ത് കമ്പൈലറിന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാമിനകത്ത് തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രണ്ട് ടെക്നോളജീസാണ് നമ്മളിവിടെ പഠിക്കുന്നത്, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് പാരലിസം. ഇപ്പോൾ പാരലിസം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്.
The programmability of a computer depends on the programming environment provided to the user. Okay. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമബിലിറ്റി കൊടുക്കുന്നത് നമുക്ക് ആ പ്രോഗ്രാമിംഗ് യൂസറിന് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഇപ്പോൾ യൂസറിന് ഒരു നല്ല ഇൻ്റർഫേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാമിങ്ങിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് എഫക്റ്റിവിറ്റി കൂട്ടാൻ പറ്റും. ഓക്കെ. അപ്പോൾ കൺവെൻഷണൽ യൂണി പ്രോസസ്സർ കമ്പ്യൂട്ടേഴ്സിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, പഴയ സിംഗിൾ പ്രോസസ്സർ സിസ്റ്റത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, പ്രോഗ്രാംസ് സീക്വൻഷ്യലായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ മറ്റേ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ കൺവെൻഷണൽ യൂണി പ്രോസസ്സർ കമ്പ്യൂട്ടേഴ്സ് ആർ പ്രോഗ്രാംഡ് ഇൻ എ സീക്വൻഷ്യൽ എൻവിറോൺമെൻറ്റ് ഇൻ വിച്ച് ദ ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് വൺ ആഫ്റ്റർ അനദർ. ഓക്കെ. ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. Parallel computers employ parallel environment where parallelism is automatically exploited. പാരലൽ കമ്പ്യൂട്ടേഴ്സിൽ എന്ത് വന്നു, ഒരുപാട് CPU വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ പാരലലിസം എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനകത്ത് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ. ഒന്നുകിൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കോൺസെപ്റ്റിൽ പറയുന്നത്. Based on the programming environment requirement, parallelism can be of two types. Parallelism നമുക്ക് രണ്ട് രീതിയിൽ കൊണ്ടുവരാം. ഒരു പാരലൽ കമ്പ്യൂട്ടറിൽ പാരലലിസം നമുക്ക് എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇംപ്ലിസിറ്റ് പാരലലിസം, എക്സ്പ്ലിസിറ്റ് പാരലലിസം. ഓക്കെ. ഇംപ്ലിസിറ്റ് പാരലലിസം എന്ന് പറയുന്നത് ഞാൻ ചുരുക്കി പറയാം. ഇംപ്ലിസിറ്റ് പാരലലിസം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് നമുക്കൊരു കമ്പൈലറുണ്ട്. നമ്മൾ സാധാരണ പ്രോഗ്രാംസ് സീക്വൻഷ്യലായിട്ട് എഴുതും, ലൈൻ ബൈ ലൈനായിട്ട് എഴുതും. ഓക്കെ. അത് ചില കോഡുകളെല്ലാം പാരലായിട്ട് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് കോഡ് എഴുതി കൊടുത്താൽ മതി. കമ്പൈലർ എന്ത് ചെയ്യുന്നു, കമ്പൈലർ ഇത് നോക്കിയിട്ട് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം എന്ത് ചെയ്യുന്നു, പാരലായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും, പ്രോസസ്സർ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ അത് മാർക്ക് ചെയ്ത് വയ്ക്കും. ഓക്കെ. എന്നിട്ട് ഏത് ടൈപ്പ് പ്രോസസ്സറിന് കൊടുക്കുക എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്ത് വയ്ക്കും. അത് കമ്പൈലർ തീരുമാനിക്കും. എക്സ്പ്ലിസിറ്റ് പാരലലിസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എക്സ്പ്ലിസിറ്റ് പാരലലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതുമ്പോൾ പാരലലിസത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അഡീഷണൽ ഫങ്ഷൻസ് നമ്മൾ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ കൂടെ എഴുതിപ്പോവും. ഓക്കെ. അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ പ്രോഗ്രാമർ അറിയും അല്ലേ, പാരലലിസം എവിടെയൊക്കെ ചെയ്യണമെന്നുള്ളത് പ്രോഗ്രാമർ ഡിസൈഡ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഓട്ടോമാറ്റിക്കലി കമ്പൈലർ ഡിസൈഡ് ചെയ്യും ഏതൊക്കെ പാരലായിട്ട് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ സീക്വൻഷ്യലായിട്ട് എഴുതുന്ന കോഡിന് പാരലായിട്ട് അത് കമ്പൈൽ ചെയ്ത് എടുക്കും. ഓക്കെ. അതാണ് പറയുന്നത്. ഓക്കെ. ലെറ്റ് us go into detail. Implicit parallelism. It is a characteristics of a programming language that allows compiler or the interpreter to automatically exploit the parallelism. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ആരാണ് ആ പാരലലിസം കൊണ്ടുവരുന്ന ആരാണ്? ഇറ്റ് ഈസ് എക്സ്പ്ലോയിറ്റഡ് ബൈ ദ കമ്പൈലർ ഓർ ദ ഇൻ്റർപ്രറ്റർ. കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ ആയിരിക്കും അത് കൊണ്ടുവരുന്നത്. ഓക്കെ. യൂസസ് കൺവെൻഷണൽ ലാംഗ്വേജ്, ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ പഴയ കൺവെൻഷണൽ ലാംഗ്വേജസ് തന്നെയാണ്. C++, ഫോർട്രാൻ, പാസ്കൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോഴ്സ് കോഡ് എഴുതുന്നത്. ദ സീക്വൻഷ്യൽ സോഴ്സ് കോഡ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പാരലൽ ഒബ്ജക്റ്റ് കോഡ് ബൈ ദ പാരലൈസിങ് കമ്പൈലർ. ഇതാണ് അവിടുത്തെ പോയിന്റ്. നമ്മൾ സീക്വൻഷ്യലായിട്ട് എഴുതുന്ന കോഡിന് എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ പാരലൽ ഒബ്ജക്റ്റ് കോഡായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അത് ആരാ ചെയ്യുന്നത്? പാരലൈസിങ് കമ്പൈലറാണത് ചെയ്യുന്നത്. വെറും കമ്പൈലർ എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെയുള്ള കമ്പൈലർ ഇംപ്ലിസിറ്റ് പാരലലിസത്തിനകത്തോട് ഉപയോഗിക്കുന്ന നമ്മൾ കമ്പൈലറാണ് സീക്വൻഷ്യൽ കോഡിനെ പാരലൽ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പൈലർ അതെങ്ങനെ മനസ്സിലാക്കുന്നു? കമ്പൈലർ ഡിറ്റക്ട്സ് പാരലലിസം ആൻഡ് അസൈൻ ടാർഗറ്റ് മെഷീൻ റിസോഴ്സസ്. അപ്പോൾ ഈ കമ്പൈലറിന് പ്രോഗ്രാം ഓരോന്നായിട്ട് വെരിഫൈ ചെയ്യുമ്പോഴത്തേക്കും കമ്പൈലറിന് മനസ്സിലാവും ഇന്ന കോഡുകൾ പാരലായിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോഡുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് കറസ്പോണ്ടിങ് റിസോഴ്സസിലോട്ട് അലോക്കേറ്റ് ചെയ്യും, ടാർഗറ്റ് മെഷീൻ റിസോഴ്സിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നു. അതായത് കറസ്പോണ്ടിങ് CPU അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ ചിലപ്പം ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള അർത്ഥമാറ്റിക് ഓപ്പറേഷൻസ് ഇപ്പോൾ CPU 1 ചെയ്യുന്നത്. ഓക്കെ. അത് അങ്ങനെയുള്ള സാധനങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് CPU 1 കൊടുക്കും. ഓക്കെ. അതിന് പാരലായിട്ട് വേറെ ഏതെങ്കിലും നോർമൽ ഡാറ്റാബേസ് ഓപ്പറേഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ നോർമൽ CPU വേറെ CPU 2 എന്ന് പറയുന്ന നോർമൽ CPU ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തുന്ന പ്രോസസ്സറിലേക്ക് കൊടുക്കും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ കമ്പൈലറെ മനസ്സിലാക്കിയിട്ട് ഏത് CPU-നാണോ കൊടുക്കേണ്ടത് ആ CPU-ന് അത് കൊടുക്കുക. അതാണ് അസൈൻസ് ദ ടാർഗറ്റ് റിസോഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സക്സസ്, ഈ ഇംപ്ലിസിറ്റ് പാരലലിസത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാരലൈസിങ് കമ്പൈലറാണ് ഇവിടുത്തെ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പൈലറാണ് ഇവിടുത്തെ മെയിൻ ആളെന്ന് പറയുന്നത്. അയാളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ ഏത് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇംപ്ലിസിറ്റ് പാരലലിസത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ കമ്പൈലർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രോഗ്രാമറിന് ഒരു ഇതുമില്ല, കോൺട്രിബ്യൂഷനും ഇല്ല. പ്രോഗ്രാമർ വെറുതെ കോഡ് എഴുതുന്നു, അയാൾ അറിയുന്ന പോലും ഇല്ല ഏതൊക്കെ കോഡായിരിക്കും പാരലായിട്ട് റൺ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇറ്റ് റിക്വയർസ് ലെസ് എഫേർട്ട് ഫ്രം ദ പ്രോഗ്രാമറിൻ്റെ അവിടെ നമുക്ക് ഒരു എഫേർട്ടും വരുന്നില്ല. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ഷെയർഡ് മെമ്മറി മൾട്ടി പ്രോസസ്സേഴ്സിലാണ്. മൾട്ടി പ്രോസസ്സർ വിത്ത് ഷെയർഡ് മെമ്മറി. നമുക്ക് ഒരു മൾട്ടിപ്പിൾ CPU ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ ഒറ്റ മെമ്മറിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ടൈപ്പ് ആർക്കിടെക്ചറിലായിരിക്കും ഈ ഒരു ഇംപ്ലിസിറ്റ് പാരലലിസം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പ്രോസസ്സർ ഉണ്ട്, മൾട്ടി കോർ പ്രോസസ്സർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് ആ പ്രോസസ്സറിലേക്ക് നമ്മൾ വർക്ക് കൊടുക്കണം. പ്രോസസ്സറിന് പാരലായിട്ട് റൺ ചെയ്യിപ്പിക്കാൻ നമ്മൾ വർക്ക് കൊടുക്കണം. അത് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഇംപ്ലിസിറ്റ് പാരലലിസം വഴിയും കൊടുക്കാം, എക്സ്പ്ലിസിറ്റ് പാരലലിസം വഴിയും കൊടുക്കാം. ഓക്കെ, ഇംപ്ലിസിറ്റ് നമുക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. നമ്മൾ സാധാരണ രീതിയിൽ കോഡ് എഴുതുന്നു, കമ്പൈലർ അതിനെ മാറ്റി പാരലൽ കോഡാക്കി കൊടുക്കുന്നു, അല്ലേ? പാരലൽ ഓബ്ജക്റ്റ് കോഡാക്കി കൊടുക്കുന്നു. അത് ഏത് ടൈപ്പ് കമ്പൈലർ? പാരലൈസിങ് കമ്പൈലർ. അപ്പോൾ ഇവിടെ പാരലൈസിങ് കമ്പൈലറാണ് ശരിക്കുള്ള ഒരു മെയിൻ റോള് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ക്യാൻ സി എക്സ്പ്ലിസിറ്റ് പാരലലിസം. എക്സ്പ്ലിസിറ്റ് ഞാൻ പറഞ്ഞു, നമ്മൾ പ്രോഗ്രാമർ തന്നെ ഇതിനകത്ത് വേണ്ടിയിട്ട് പാരലലിസത്തിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് അതിനകത്ത് എഴുതും. ഓക്കെ, so what is explicit parallelism? Explicit parallelism is the representation of concurrent computation by the means of primitives in the form of special purpose directives or function calls. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമർ തന്നെ സ്പെഷ്യൽ പർപ്പസ് ചില സ്പെഷ്യലായിട്ടുള്ള ചില ഫങ്ഷൻ കോൾസും അല്ലെങ്കിൽ ചില ഡയറക്റ്റീവ്സും ഓക്കെ അത് വർക്ക് ചെയ്യാനുള്ള പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് അതിനകത്ത് കൊടുക്കും. ഓക്കെ, അതായത് പാരലായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഇൻബിൽറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് നമ്മൾ അവിടെ കോൾ ചെയ്ത് കൊടുക്കും. അത് വർക്ക് ചെയ്യാനുള്ള ഡയറക്റ്റീവ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആരാണ് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആരാണ്? പ്രോഗ്രാമറാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഇറ്റ് റിക്വയർസ് മോർ എഫേർട്ട് ബൈ ദ പ്രോഗ്രാമർ ടു ഡെവലപ്പ് ദ സോഴ്സ് പ്രോഗ്രാം യൂസിങ് പാരലൽ ഡയലക്ട്സ്. ഓക്കെ, അത് ഉപയോഗിക്കുന്ന ഏതൊക്കെ സോഫ്റ്റ്വെയർ? നമ്മൾ നോർമൽ സിയിലും C++ലും ഫോർട്രാനും എല്ലാം നമുക്ക് ആ കോഡ് എഴുതാൻ പറ്റും. പാരലൽ ഫങ്ഷനാലിറ്റി ഉള്ള കോഡ് നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റും. പാരലലിസം ഈസ് എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈഡ് ഇൻ ദ യൂസർ പ്രോഗ്രാംസ്. ഓക്കെ, സെയിം റിപ്പീറ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബർഡൻ ഓൺ ദ കമ്പൈലർ ഈസ് റെഡ്യൂസ്ഡ് ആസ് പാരലലിസം സ്പെസിഫൈഡ് എക്സ്പ്ലിസിറ്റ്ലി. ഇവിടെ കമ്പൈലറിന് റോളില്ല, ഇവിടെ പാരലൈസിങ് കമ്പൈലർ അല്ല. ഓക്കെ, ഇപ്പോൾ കമ്പൈലറിൻ്റെ റോഡില്ല, പ്രോഗ്രാമർ തന്നെ എല്ലാം പാരലൈസിങ് ആയുള്ള കോഡുകളെല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കമ്പൈലർ അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. പ്രോഗ്രാമേഴ്സ് എഫേർട്ട് ഈസ് മോർ സ്പെസിഫിക്. സോഫ്റ്റ്വെയർ ടൂൾസ് നീഡഡ് ടു മേക്ക് എൻവിറോൺമെൻറ്റ് മോർ ഫ്രണ്ട്ലി ടു യൂസർ ഗ്രൂപ്പ്സ്. അപ്പോൾ പ്രോഗ്രാമേഴ്സിൻ്റെ എഫേർട്ട് ഇവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമറിന് എഫേർട്ട് കൂടുതലായതുകൊണ്ട് പ്രോഗ്രാമറിന് കുറച്ചുകൂടെ എഫേർട്ട് കുറയ്ക്കാനായിട്ട് ചില ടൂൾസുകൾ നമ്മൾ അഡീഷണലായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ചില ഇൻബിൽറ്റ് ഫങ്ഷൻസ് ജസ്റ്റ് കോൾ ചെയ്താൽ മതിയാവും. ഓക്കെ, ആ ഇൻബിൽറ്റ് ഫങ്ഷനകത്ത് ഇന്ന കോഡുകൾ ഏതൊക്കെ പ്രോസസ്സറിൽ ഏതൊക്കെ കോറിൽ വർക്ക് ചെയ്യണമെന്നുള്ള ആ ഫങ്ഷനകത്ത് എഴുതിയിട്ടുണ്ട്. അത് പ്രോഗ്രാമർ അറിയണ്ട. പ്രോഗ്രാമറിന് ജസ്റ്റ് ആ ടൂൾസ് അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷനാലിറ്റി അതിനകത്ത് കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കുറച്ച് അതുപോലെ അതാണ് പറയുന്നത്. അപ്പോൾ ആ എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചില ടൂൾസുകൾ യൂസറിന് കൊടുക്കും. ഇപ്പോൾ യൂസർ ആ ടൂൾസ് വെച്ചിട്ട് ഈ പറഞ്ഞ പാരലലിസം ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് ലൂസ്ലി കപ്പിൾഡും ടൈറ്റ്ലി കപ്പിൾഡ് മൾട്ടി പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്നത്. വാട്ട് യു മീൻ ബൈ ലൂസ്ലി കപ്പിൾഡ് ആൻഡ് ടൈറ്റ്ലി കപ്പിൾഡ്? ലൂസ്ലി കപ്പിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സറിനും ഓരോരോ മെമ്മറിയാണ്, ഷെയർഡ് മെമ്മറി അല്ല. അങ്ങനെയുള്ള സിസ്റ്റംസിനാണ് ലൂസ്ലി കപ്പിൾഡ് എന്ന് പറഞ്ഞാൽ. ടൈറ്റ്ലി കപ്പിൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോസസ്സറിനും കൂടെ ഒറ്റ മെമ്മറിയാണ്, ഷെയർഡ് മെമ്മറിയാണ്. ഷെയർഡ് മെമ്മറി സിസ്റ്റത്തിനാണ് ഈ ടൈറ്റ്ലി കപ്പിൾഡ് എന്ന് പറയുന്നത്. ഓരോ പ്രോസസ്സറിനും ഓരോ മെമ്മറി വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ബിക്കം ലൂസ്ലി കപ്പിൾഡ്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെയാണ്. ലൂസ്ലി കപ്പിൾഡിലും ടൈറ്റ്ലി കപ്പിൾഡ് രണ്ടിലും നമുക്ക് ഈ എക്സ്പ്ലിസിറ്റ് പാരലലിസം നമുക്ക് യൂസ് ചെയ്യാം.
ഓക്കെ, മറ്റേൽ അങ്ങനെയല്ല. മറ്റേൽ നമുക്ക് ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതായത് ഷെയർഡ് മെമ്മറി മൾട്ടി പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ടൈറ്റ്ലി കപ്പിൾഡ് ആണ്, അതിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇതിലങ്ങനെയല്ല, രണ്ടിൽ യൂസ് ചെയ്യാം. ലൂസ്ലി കപ്പിൾഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് പാരലലിസം. ഓക്കെ, ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഇംപ്ലിസിറ്റ് പാരലലിസം എന്ന് പറഞ്ഞാൽ യൂസർ ഒന്നും അറിയണ്ട, യൂസർ സീക്വൻഷ്യൽ കോഡ് എഴുതിയാൽ മതി. കമ്പൈലർ ഇതിനെ എന്ത് ചെയ്യുന്നു, പാരലൽ ഓബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഇംപ്ലിസിറ്റ് പാരലലിസം. അത് ചെയ്യുന്ന ആരാണ്? പാരലൈസിങ് കമ്പൈലർ. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസറിന് എന്താണ്, ബർഡൻ ഒന്നുമില്ല, യൂസർ ഒന്നും അറിയണ്ട, കമ്പൈലർ എല്ലാം ചെയ്തോളൂ. പക്ഷേ എക്സ്പ്ലിസിറ്റ് പാരലലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതങ്ങനെയല്ല. യൂസർ ആണ് എന്ത് തീരുമാനിക്കുന്നത്, ഏതൊക്കെ പാർട്ട് പാരലായിട്ട് റൺ ചെയ്യണമെന്നുള്ളത് യൂസർ തീരുമാനിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇൻബിൽട്ടായിട്ടുള്ള ചില ഫങ്ഷൻ കോൾസും ഡയറക്റ്റീവ്സും എല്ലാം ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരുപാട് വർക്ക് ഉള്ളതുകൊണ്ട് യൂസറിനെ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട്, യൂസറിൻ്റെ വർക്ക് കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻബിൽട്ട് ടൂൾസും കൂടെ അതിനകത്ത് ഇൻബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൂൾസ് ജസ്റ്റ് കോൾ ചെയ്യുമ്പോഴത്തേക്കും ആ പാരലലിസം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് രണ്ട് രീതിയിലുള്ള സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നു. ഷെയർഡ് സിസ്റ്റത്തിലും നോൺ ഷെയർഡ് സിസ്റ്റം, അതായത് ടൈറ്റ്ലി കപ്പിൾഡും ലൂസ്ലി കപ്പിൾഡ് മൾട്ടി പ്രോസസ് സിസ്റ്റംസിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റേൽ അങ്ങനെയല്ല, ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റത്തിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ക്ലിയർ? ഇത്രയും മനസ്സിലാക്കുക. താങ്ക് യു.